السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രയാസമാണ്, ഒരു പ്രതിസന്ധിയാണ്. തങ്ങളെ ഞങ്ങൾ വളരെയധികം ദുആ ചെയ്ത് പക്ഷേ പടച്ച റബ്ബ് ഞങ്ങളെ ദുആ സ്വീകരിക്കുന്നില്ല. ഞങ്ങളെ പ്രയാസങ്ങൾ പറഞ്ഞ് ഇരു കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ദുആ ചെയ്ത് തങ്ങളെ ഞങ്ങളെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. നമ്മുടെ ദുആ സ്വീകരിക്കാൻ പടച്ച റബ്ബ്, നമ്മുടെ ദുആ സ്വീകരിക്കാൻ പടച്ച റബ്ബിൻ്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹു അത് സ്വീകരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹു സ്വീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ദുആ ചെയ്ത് ഈ അമൽ ചെയ്തിട്ട് നിങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ദുആ സ്വീകരിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. നിങ്ങളിങ്ങനെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ, ഈ അമൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളെ ദുആ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനം നമ്മുടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാണ് നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വേണ്ടത്. എപ്പോഴും നമ്മൾ വേണ്ടത് പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്ത് പ്രയാസത്തിലാണോ, എന്ത് പ്രതിസന്ധിയിലാണോ നമ്മൾ നിൽക്കുന്നത്, അതിനെ തരണം ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്ക് പ്രാർത്ഥനയല്ലാതെ വേറൊരു നിർവാഹമില്ല. നമ്മൾ ദുആ ചെയ്യുക, നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹു അതിൻ്റെ ഉത്തരം നൽകും. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ചോദ്യത്തിനൊക്കെ നമ്മൾ പലരോടും ചോദിക്കുന്ന സമയത്ത് ഉത്തരം ലഭിക്കണമെങ്കിൽ അതിൻ്റെ രീതിയിൽ നമ്മൾ ചോദിക്കണം. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ചങ്ങാതിമാരോട് അല്ലെങ്കിൽ ആരോടുമായിരിക്കോട്ടെ നമുക്ക് ചോദിക്കുന്നതിനൊരു രീതിയുണ്ട്, ഒരു മര്യാദയുണ്ട്. ആ രീതിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത്. ആ രീതിയോടുകൂടി, ആ മര്യാദയോടുകൂടി പടച്ച റബ്ബിൻ്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തി നിങ്ങൾ ഉയർത്ത്. അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വളരെയധികം പ്രയാസത്തിലാണ് തങ്ങളെ, ഞങ്ങൾ ദുആ ചെയ്ത് ദിക്ർ ചൊല്ലി എല്ലാം ചെയ്ത് തങ്ങളെ ഞങ്ങൾ ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ല, അള്ളാഹു സ്വീകരിക്കുന്നില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഇങ്ങനെ ഈ അമൽ ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ചോദിക്ക്, അള്ളാഹു ഉത്തരം നൽകും. ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിനദ് ദുആ. അള്ളാഹുവിൻ്റെ അടുക്കൽ ദുആയിനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ദുആ ആണ് ഏറ്റവും വലുത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കാൻ അവൻ ദുആ ചെയ്യണം. ദുആ ആണ് ഏറ്റവും വലിയ നിദാനം. നമ്മുടെ വിജയത്തിൻ്റെ നിദാനം നമ്മുടെ ദുആ ആണ്. ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിനദ് ദുആ. ദുആനേക്കാളും മക്കളെ പ്രതിഫലമുള്ള ശ്രേഷ്ഠമായ ഒരു കാര്യവും അള്ളാഹുവിൻ്റെ അടുക്കലില്ല. നമ്മൾ ദുആ ചെയ്യ്, പ്രാർത്ഥിക്ക്, അള്ളാഹുവിനോട് ചോദിക്ക്, അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ. ദുആനേക്കാളും ശ്രേഷ്ഠമായ മറ്റൊരു കാര്യം അള്ളാഹുവിൻ്റെ അടുക്കലില്ല. നമുക്ക് ചോദിക്കാം, നമ്മളെ പ്രയാസങ്ങൾ പറഞ്ഞ് പ്രതിസന്ധികൾ പറഞ്ഞ് എന്താ
എന്താണ് നമ്മുടെ പ്രതിസന്ധി? ധാരാളം ആളുകൾ പറയാറുണ്ട്, തങ്ങളെ ദുആ ചെയ്യണേ, പല ജാതി പ്രയാസത്തിലാണ്, പല ജാതി വിഷമത്തിലാണ്, തങ്ങളെ ദുആ ചെയ്യണം. മക്കളെ കാര്യം ആലോചിച്ചിട്ട്, ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ ദുആ ചെയ്യ്. ഭർത്താവിൻ്റെ ജോലി റെഡിയാവാൻ ഈ അമല് ചെയ്തുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യ്. അല്ലാഹു സ്വീകരിക്കും. ഭർത്താവിൻ്റെ ജോലിയിലെ പ്രയാസമാണോ നിങ്ങൾ അലട്ടുന്ന പ്രതിസന്ധി, നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ അമല് ചെയ്ത് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹു ഉത്തരം നൽകും. മക്കളെ കാര്യത്തിലാണ് നിങ്ങളെ പ്രതിസന്ധി, നിങ്ങൾ ഈ അമല് ചെയ്ത് അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹു ഉത്തരം നൽകും. നിങ്ങളുടെ വീട് പണി പൂർത്തിയാകുന്നില്ല, തങ്ങളെ ദുആ ചെയ്യണേ, അതാണോ നിങ്ങളെ പ്രതിസന്ധി എങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഈ അമല് ചെയ്ത് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹു ഉത്തരം നൽകും. എന്ത് പ്രതിസന്ധിയാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും നിങ്ങൾ ചോദിക്കൂ. പൈശാചികമായ ഉപദ്രവത്തിൽ നിങ്ങൾ കുടുങ്ങി നിൽക്കുന്ന ആളുകളാണോ, ഇൻഷാ അല്ലാഹ് ഈ അമൽ ചെയ്ത് അല്ലാഹുവിനോട് നിന്ന് രക്ഷ, ഒരു സലാമത്ത് അല്ലാഹ് നീ നൽകണേ അല്ലാ എന്ന് ഇരുകരങ്ങളിൽ അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ്. അല്ലാഹു സ്വീകരിക്കും. ഭർത്താവിൻ്റെ കാര്യമായിക്കോട്ടെ, മക്കളെ കാര്യമായിക്കോട്ടെ, വേറെന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ, കടങ്ങളിൽ കുടുങ്ങി നിൽക്കുകയാണ്, തങ്ങളെ ദുആ ചെയ്യുന്ന പറഞ്ഞ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ അമൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുക, അല്ലാഹു ഉത്തരം നൽകുമാറാകട്ടെ. സാമ്പത്തികമായ പ്രതിസന്ധിയാണ്, തങ്ങളെ ദുആ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഈ അമൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസിനസ്സിൽ വളരെ മോശമാണ്, തങ്ങളെ പ്രതിസന്ധിയാണ്, കട അടച്ചുപൂട്ടൻ്റെ ആ ഗതിയിലേക്കാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ അമൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹു ഉത്തരം നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ പറയുന്ന പ്രതിസന്ധിയാണ്, വിളിച്ചു പറയുന്ന ആളുകൾ, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ, എൻ്റെ അടുത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എൻ്റെ അടുത്തേക്ക് കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ, ചികിത്സാവിശ്യാർത്ഥം വരുന്ന ആളുകൾ പറയുന്ന പ്രതിസന്ധിയാണ്. നിങ്ങൾ ദുആ ചെയ്യണേ, തങ്ങളെ ദുആ ചെയ്യണേ. അവർക്കൊക്കെ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ അമല്. ഈ അമല് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട്, അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ മെസ്സേജായിട്ടും ഫോൺ വിളിച്ചും ചോദിക്കുന്നത്, തങ്ങളെ ഇനി എന്നാണ് വീട്ടിലുണ്ടാവുക എന്നാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ ശനിയാഴ്ചയും, ആഴ്ചയിൽ 2 ദിവസമാണ്, എല്ലാ ശനിയാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയുമാണ് ഇൻഷാ അല്ലാഹ് വീട്ടിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരിക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീ മാറ്റിത്തരണേ, നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഇവിടെ വന്ന് കാര്യങ്ങൾ നിർവഹിച്ച് കാര്യങ്ങൾ റാഹത്തായ ആളുകളുണ്ട്. അല്ലാഹുവേ ഇനി ഒരിക്കലും അത്തരം പ്രയാസങ്ങളിൽ അവരെ കൊടുക്കല്ല തമ്പുരാനെ. കാരണം ഇത് ഞാൻ പറയുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, നീറുന്ന പ്രയാസങ്ങൾ, വേവലാതികൾ, ബുദ്ധിമുട്ടുകൾ, ഇവിടെ വന്ന് സങ്കടങ്ങൾ പറയുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കാര്യങ്ങൾ നിർവഹിച്ച് റാഹത്താകുന്ന ധാരാളം ആളുകൾ, റാഹത്തായി പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഈ വീഡിയോ കാണുന്ന, ഈ സയ്യിദിയ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലാഹുവേ നീ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അല്ലാഹുവർക്ക് നീ കൊടുക്കല്ല തമ്പുരാനെ. ഈ മജ്ലിസിൽ നിന്ന് അമൽ സ്വീകരിച്ചുകൊണ്ട് റാഹത്തായ ആളുകൾ, കല്യാണക്കാരും ശരിയായ ആളുകൾ, മകൻ്റെ ജോലി പ്രയാസങ്ങൾ ശരിയായ ആളുകൾ, ഭർത്താവിൻ്റെ ജോലി പ്രയാസങ്ങൾ ശരിയായ ആളുകൾ, ഭർത്താവിൻ്റെ പ്രയാസങ്ങൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, പ്രയാസങ്ങൾ റെഡിയായ ആളുകൾ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ വേണ്ടി തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾ, മജ്ലിസിലേക്ക് വന്ന ആളുകൾ, അല്ലാഹുവേ അവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ലോ അല്ലാഹ്, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ അല്ലാഹ്, വേവലാതികൾ കൊടുക്കല്ല തമ്പുരാനെ. ഇനി ഒരിക്കലും പ്രയാസങ്ങളിൽ കൊടുക്കല്ലോ അല്ലാഹ്. ധാരാളം ആളുകൾ വിളിച്ചു പറയും. ഒരു ദിവസം തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ദിവസം തന്നെ ധാരാളം കോളുകളാണ്. പിന്നെ എനിക്ക് ഇൻഷാ അല്ലാഹ് വിളിക്കുന്നവർക്കറിയാം, ചില സമയങ്ങളിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല. കാരണം
അത്രയും കോളുകളാണ്. അതുകൊണ്ട് പ്രയാസങ്ങളെ നിങ്ങൾ കരുതരുത്. ഇൻഷാ അല്ലാഹ് മിസ് കോൾ ധാരാളം, കുറേ മിസ് കോളുള്ള സമയങ്ങളിൽ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാറുമുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, അവരെന്താണ് എനിക്ക് വിളിക്കുന്നത്, തങ്ങളോട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മളെ പ്രയാസങ്ങൾ, നമ്മളെ ബുദ്ധിമുട്ടുകൾ തങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമുണ്ടാകും. തങ്ങൾ അതിനൊരു പരിഹാരം പറഞ്ഞു തരും, ഒരു അമല് പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, തങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള കർമ്മങ്ങൾ തങ്ങൾ ചെയ്തു തരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് അവർ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് മിസ് കോളുകൾ കാണുന്ന സമയത്ത് തിരിച്ചു വിളിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു പ്രയാസങ്ങൾ, ഒരു പ്രതിസന്ധികൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല തമ്പുരാനെ. ശനിയാഴ്ച, എല്ലാ ശനിയാഴ്ചയും ധാരാളം ബുക്കിംഗ് ആണ്. കാരണം ഒരാൾ കയറിയാൽ തന്നെ അവർക്ക് സങ്കടങ്ങൾ, പ്രയാസങ്ങൾ പറയാറുണ്ടാകും. അതിന് മറ്റുള്ള ആളുകൾക്ക് അത് സമയം കിട്ടാറില്ല. അങ്ങനെ ബുദ്ധിമുട്ടുകൾ വിചാരിക്കുന്ന ആളുകൾ വിഷമിക്കേണ്ട. കാരണം അവർ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ദൂരഭാഗങ്ങളിൽ നിന്നും, കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പല ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ അകത്തും പുറത്തു നിന്നും ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടെ വരാറുണ്ട്. അവർക്ക് ധാരാളം പ്രയാസങ്ങൾ പറയാനുള്ളതാണ്. കാരണം അവരെ പ്രയാസങ്ങൾ കേട്ടിട്ട് അതിനുള്ളൊരു പരിഹാരം ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അർഹമുറാഹിമീനായ അല്ലാഹ്, അത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്, നീ നൽകല്ല അല്ലാഹ്. ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാഹ്, ഞങ്ങളെ പ്രയാസത്തിലാക്കല്ല അല്ലാഹ്, ഞങ്ങളെ പ്രതിസന്ധിയിലാക്കല്ല അല്ലാഹ്, ഞങ്ങളെ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളെ ജീവിതം നീ കൊടുക്കല്ല തമ്പുരാനെ, നീ കൊടുക്കല്ല തമ്പുരാനെ, നീ ഗുഡ്സാക്കല്ല അല്ലാഹ്, നീ ഗുഡ്സാക്കല്ല തമ്പുരാനെ. ഈ മജ്ലിസിന് എന്ത് നിങ്ങൾ സ്വീകരിച്ചാലും നിങ്ങൾക്ക് ഹൈറാണ്. കാരണം ഇത് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവലും നോട്ടമുള്ള മജ്ലിസാണ്. അവിടുത്തെ പേരക്കിടാവ് മഹാനായ ജമലുല്ലൈലി ഉപ്പാപ്പ, ഞങ്ങളൊക്കെ ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ഇജാസിയത്ത് പ്രകാരം എന്താണോ ഞാൻ ഇവിടെ പറയുന്നത്, ഞാൻ എന്ത് അമലാണോ നിങ്ങളോട് പറയുന്നത്, അവിടുത്തെ സമ്മതം ചോദിച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ് ഓരോ വീഡിയോയും തയ്യാറാക്കുന്നത്. അവിടെ പോയി മക്കാമിൽ പോയി സമ്മതം നേടിയതിന് ശേഷമാണ് ഓരോ വീഡിയോ തയ്യാറാക്കുന്നത്. കൊണ്ട് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് എന്ത് അമൽ ഇവിടെ പറഞ്ഞാലും അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പ്രയാസങ്ങൾ മാറും, നിങ്ങളെ പ്രതിസന്ധികൾ മാറും. ഇൻഷാ അല്ലാഹ് ഇവിടെ വരുന്ന ആളുകൾ അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അവിടുത്തെ പാരമ്പര്യത്തോടു കൂടിയുള്ളൊരു ചികിത്സാ രീതിയാണ് ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ചികിത്സാ രീതി. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് പ്രയാസങ്ങൾ തരല്ലേ അല്ലാഹ്, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. എന്താണ് അമല്? എല്ലാവരും കാത്തിരിക്കുന്നത് ആ അമലിന് വേണ്ടിയാണ്. എന്താണ് അമല്? നിങ്ങൾ വ്യാഴാഴ്ച ളുഹാ നിസ്കരിച്ചതിന് ശേഷം, വ്യാഴാഴ്ച ദിവസം ളുഹാ നിസ്കരിച്ചതിന് ശേഷം 500 പ്രാവശ്യം യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ് എന്ന അല്ലാഹുവിൻ്റെ മഹത്വമാക്കപ്പെട്ട ഇസ്മ 500 പ്രാവശ്യം നിങ്ങൾ ചൊല്ലി അല്ലാഹുവിലേക്ക് നിങ്ങളെ ഇരുകരങ്ങൾ അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്തി പൊട്ടിക്കരഞ്ഞ് നിങ്ങൾ ദുആ ചെയ്യ്, അല്ലാഹു സ്വീകരിക്കും. അതാണ് അമൽ. യാ സമീഉ യാ അല്ലാഹ് എന്ന അല്ലാഹുവിൻ്റെ മഹത്തമായ ഇസ്മ 500 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് അല്ലാഹുവിനോട് നിങ്ങളെ സങ്കടങ്ങൾ പറയും, നിങ്ങളെ പ്രതിസന്ധികൾ പറയേ, അല്ലാഹു സ്വീകരിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, വിധിയെ പോലും ദുആഇന് തട്ടി മാറ്റാൻ കഴിയും, വിധിയെ പോലും ദുആഇന് മറികടക്കാൻ സാധിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമുക്കൊരു വിധിയുണ്ട്, പ്രയാസങ്ങൾ വരണമെന്നുള്ളൊരു വിധി നമുക്കുണ്ടെങ്കിൽ നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ലല്ലോ, നമ്മളെ ജീവിതം ഹാപ്പിയല്ലേ.
ഇൻഷാ അല്ലാഹ് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അത്രം സന്തോഷിക്കണ്ട. നിങ്ങൾക്ക് വിധിയുണ്ടെങ്കിൽ, പ്രയാസങ്ങൾക്ക് നിങ്ങൾക്ക് വിധിയുണ്ടെങ്കിൽ, അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യ്. അള്ളാഹു വിധിയെ പോലും തടുത്തു നിർത്താൻ ദുആഇന് സാധിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ലാ യറുദ്ദുൽ ഖലാ ഇല്ല ദുആ. വിധിയെ പോലും മറികടക്കാൻ ദുആഇന് സാധിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി നമുക്ക് ദുആ ചെയ്യ്. എല്ലാ വ്യാഴാഴ്ച ദിവസം ളുഹാ നിസ്കരിച്ചതിന് ശേഷം 500 പ്രാവശ്യം യാ സമീഉ യാ അല്ലാഹ് എന്ന അല്ലാഹുവിൻ്റെ ഇസ്മ ചൊല്ലി നിങ്ങൾ ദുആ ചെയ്യ്. അല്ലാഹു എന്തു പ്രയാസത്തിലാണോ നിങ്ങൾ അകപ്പെട്ട് നിൽക്കുന്നത്, എന്ത് പ്രയാസത്തിലും എന്ത് പ്രതിസന്ധിയിലും എന്ത് വേവലാതിയിലുമാണോ നിങ്ങൾ പ്രയാസപ്പെട്ട് നിൽക്കുന്നത്, കുടുങ്ങി നിൽക്കുന്നത്, അല്ലാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരും. അല്ലാഹു അതിൽ നിന്ന് രക്ഷ നിങ്ങൾക്ക് നൽകും. അല്ലാഹു നൽകുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ, ഞങ്ങൾക്കൊരു കാവല് നൽകണേ അല്ലാഹുവേ. പ്രയാസങ്ങൾ നൽകല്ലേ അല്ലാ, പ്രതിസന്ധികൾ നൽകല്ലേ അല്ലാ, വേവലാതികൾ നൽകല്ലേ അല്ലാ, ബുദ്ധിമുട്ടുകൾ നൽകല്ലേ തമ്പുരാൻ. ആരൊക്കെയാണോ കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, അല്ലാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാ നീ അകറ്റി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, അല്ലാഹു ഈ മാസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ദിവസത്തിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഇവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. രോഗത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. ഓപ്പറേഷന് വിധിച്ച് ഓപ്പറേഷൻ നടക്കാൻ പോകുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ എന്ത് അസുഖമാണ് അവർക്കുള്ളത്, എന്ത് പ്രയാസമാണ് അവർക്കുള്ളത്, അല്ലാഹുവേ നീ അകറ്റി കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ അല്ലാ. നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണ്. ഒരു ദുആ കൊണ്ട് മജ്ലിസിൽ തങ്ങളെ ദുആ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷന് വിധിച്ച് അല്ലാഹുവേ ബ്ലോക്കാണ്, ഓപ്പറേഷന് വിധിച്ചിട്ടുണ്ട്. അല്ലാഹുവേ റാഹത്തിലാക്കണേ അല്ലാ. ഒരു പ്രയാസവും ഇല്ലാതെ റാഹത്തായി വീട്ടിലേക്ക് മടങ്ങണം അല്ലാഹുവിന് തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് അല്ലാഹുവേ. പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാ. ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങളെ ധാരാളമായി സ്നേഹിക്കുന്നവരാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരാണ്. എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നേരെ വിളിക്കുന്ന ആളുകളാണ്. അല്ലാഹുവേ അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാ. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് അല്ലാ. ഓപ്പറേഷൻ റാഹത്തായി നടന്ന് റാഹത്തായി വീട്ടിലേക്ക് എത്താൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. ദീർഘായുസ്സോടുള്ള ആഫിയത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ ദീർഘായുസ്സോടുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അവിടുത്തെ കുടുംബത്തിന് അല്ലാഹുവേ ക്ഷമ നൽകണേ അല്ലാ. അങ്ങനെ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നിനക്കറിയാമല്ലോ അല്ലാ. നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ റാഹത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇഖ്ലാസ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഇബാദത്തിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. റാഹത്തായി ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവിൻ്റെ ദ്വീപ് നിവാസികൾ അല്ലാഹുവിനെ റാഹത്തിലാക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ അല്ലാ, വേവലാതികൾ കൊടുക്കല്ലോ അല്ലാ, ബലാഉകൾ കൊടുക്കല്ലോ അല്ലാ, മുസീബത്തുകൾ കൊടുക്കല്ലോ തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ അല്ലാഹുവേ പ്രവാസ ജീവിതം ഒരു പ്രയാസകരമാക്കല്ലോ അല്ലാ. അവിടുന്ന് മരണപ്പെട്ട്
കണ്ട് നാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്ന ഒരവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കല്ലോ അല്ലാ, കൊടുക്കല്ലോ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് സ്ഥിരമായി കാണുന്നവരുണ്ട് അല്ലാഹുവേ, അല്ലാഹു അവർക്ക് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പോരായ്മകൾ നീ കൊടുക്കല്ലോ അല്ലാ, നീ കൊടുക്കല്ലോ അല്ലാ. അവരെ കാത്തോളണേ അല്ലാ, അവരെ കാത്തോളണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനിൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.